ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഈ സ്റ്റഡി വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു കേട്ടോ, എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാനേഴ്സ് ഉണ്ടാക്കുക. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ. അല്ല നമുക്ക് തോന്നിയ പോലെ അവിടുന്ന് ഇവിടുന്ന് വാരി പഠിച്ച് കുറച്ച് അവിടുന്ന് പഠിച്ച് കുറച്ച് ഇവിടുന്ന് പഠിച്ച് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ടൈം ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല, എല്ലാ ടോപ്പിക്സ് കവർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ACCAക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങളിപ്പോൾ 7th തൊട്ടിട്ട് ഏത് ഗ്രേഡ് ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാൻ വേണമല്ലോ. അപ്പോൾ ആ ഒരു പ്ലാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ പ്ലാനേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ ആപ്സും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റഡി പ്ലാനേഴ്സൊക്കെ കുറേ ആപ്സ് വെച്ച് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ChatGPT അല്ലെങ്കിൽ HIX.ai എന്ന് പറഞ്ഞ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ChatGPT ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ എനിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സ്റ്റാൻഡേർഡാണ് പഠിക്കുന്നത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതിനെന്താണോ ആവശ്യം അത് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഇതേ മോഡൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സ്റ്റഡി പ്ലാനർ കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് എത്ര ദിവസം എക്സാമിനുണ്ട്, ലൈക്ക് ഇനിയിപ്പോൾ 2 വീക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 2 വീക്ക് സ്റ്റഡി പ്ലാനർ ഫോർ മൈ ACCA PM എക്സാം അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 2 വീക്കിൻ്റെ പ്ലാൻ തന്നിട്ടുണ്ട്. ഇവർ ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള കിറ്റുകളും അതേപോലെ തന്നെ നമ്മുടെ സിലബസൊക്കെ നമുക്ക് ഓൺലൈനിൽ സിമ്പിളായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ റിസൾട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടൈലർ ചെയ്ത് ലൈക്ക് ഇതിലിപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ഏരിയ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരോട് പറയാം ഈ ഏരിയ നമ്മൾ കുറച്ച് വീക്കാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡേ 1 ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കോസ്റ്റിംഗ് പഠിക്കണം, അതേപോലെ തന്നെ തിയറി ടോപ്പിക്കുകൾ റിവ്യൂ ചെയ്യണം, പിന്നെ വീക്ക് 2 എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല നമുക്ക് ഇവിടെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല നല്ല ടിപ്സും പറഞ്ഞു തരുന്നുണ്ട്. ലൈക്ക് പാസ്റ്റ് പേപ്പേഴ്സ് ചെയ്യണം, കപ്ലാൻ്റെ ക്വസ്റ്റ്യൻ കിറ്റ് ചെയ്യണം, അതേപോലെയൊക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10th പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സെർച്ച് ചെയ്യാം. I have 2 weeks to my കേരള സ്റ്റേറ്റ് സിലബസ് ബോർഡ് എക്സാം എന്നോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്കും ഉള്ളൊരു സ്റ്റഡി പ്ലാനർ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പോൾ സ്റ്റഡി പ്ലാനറിൻ്റെ കാര്യം അത്രേ പറയാനുള്ളൂ. നമുക്ക് ChatGPT ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ HIX.ai ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റഡി പ്ലാനർ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റഡി പ്ലാനർ കണ്ടില്ലേ, ഇത് ഞാൻ 7 ഡേയ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 1 വീക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റഡി പ്ലാനറാണ്. ജസ്റ്റ് ഒന്ന് കൊടുത്തു, അവരപ്പോൾ തന്നെ അത് നോക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനർ, അടിപൊളി ഒരു 80-20 റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു നല്ലൊരു സ്റ്റഡി പ്ലാനർ 7 ഡേയ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമുക്ക് സ്റ്റഡി പ്ലാനറിൻ്റെ ഒരു കാര്യം പറയാൻ. ഇനി സ്റ്റഡി പ്ലാനർ മാത്രമല്ല, നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ എൻ്റെ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും എനിക്ക് ഡൗട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് AI-യും റിലേറ്റഡ് ആയിട്ട് ഞാൻ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പണി സിമ്പിളാക്കുക. നമുക്ക് കുറച്ചും കൂടി ഒരു സിമ്പിളായിട്ട്, നമുക്കിപ്പോൾ അതിനനുസരിച്ചുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സെർച്ച് ചെയ്ത് നടക്കുക അല്ലെങ്കിൽ ഫാക്കൽറ്റീസിനോട് ചോദിച്ചു കൊടുക്കുക, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ നോക്കുക, എനിക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ആണോ ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് നമ്മുടെ ChatGPT ഒന്ന് അടിച്ചു നോക്കി. വിത്തിൻ സെക്കൻഡ്സ് അവർ എനിക്ക് അതിൻ്റെ ഉത്തരം തന്നു. അപ്പോൾ അതിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഇതേപോലെ ചോദിക്കാൻ പറ്റും. ലൈക്ക് ROA vs ROCE ഞാനിവിടെ ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവരോട് ഒരു മനുഷ്യനോട് എങ്ങനെയാണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാക്കൽറ്റീനോട് എങ്ങനെയാണോ സംസാരിക്കുക, അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ChatGPT-നോടൊക്കെ സംസാരിക്കുന്നത്. അതിനൊക്കെ അവർ വളരെ ക്ലിയർ ആയിട്ട് ഏറ്റവും ബേസ് ലെവലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുള്ളതാണ് അതിൻ്റെ. ഇനി നമുക്ക് AI വെച്ചിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് ഈ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാൻ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റേഷൻ, നമുക്കൊരു പ്രസൻറ്റേഷൻ്റെ കാര്യം പറയാം. നമ്മൾ ഈ പ്രസൻറ്റേഷന് വേണ്ടി റിസർച്ചൊക്കെ നടത്താൻ പറയുമ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് എല്ലാം തപ്പി നടന്ന് അതിനെ എഴുതിയെടുത്ത് ഓരോന്നായിട്ട് എഴുതിയെടുത്ത് അതിനെ സെൻറ്റൻസ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് AI വെച്ചിട്ട് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം തന്നെ പറയുന്നു, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തരുമ്പോൾ ഇതിങ്ങനെ ചെയ്യാവൂ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊരു ഓപ്ഷനാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചെയ്യണോ വേണ്ടെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, എനിക്കൊരു അസൈൻമെൻറ്റ് കിട്ടി, ലൈക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിനെ പറ്റി ഒരു 100 വേർഡുള്ള ഒരു പാരഗ്രാഫ് ഉണ്ടാക്കിയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ HIX.ai അല്ലെങ്കിൽ നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കാം. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. എന്നിട്ട് അവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് 100 വേർഡ്സ് പാരഗ്രാഫ് എബൌട്ട് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിതൊന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നാൻ പാടില്ല, ടീച്ചേഴ്സിനാണെങ്കിലും നമ്മുടെ ഒപ്പം ഇരിക്കുന്നവർക്കാണെങ്കിലും തോന്നാൻ പാടില്ല നമ്മളിതൊരു AI വെച്ച് ജനറേറ്റ് ചെയ്താണെന്ന്. അതൊരു മോശമല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഒരു AI ഡിറ്റക്ടറിൽ ഇട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് GPT-0 ആണ്. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അതുകൂടാതെ നമുക്ക് കോപ്പി ലീക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കൂടി ഇട്ട് നോക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മളിങ്ങനെ AI ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത 2 വെബ്സൈറ്റും മനസ്സിലായിട്ടുള്ളത് ഒരു AI ജനറേറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ നമ്മൾ ഇത് പോയിട്ട് അവിടെ പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്ലാസ്സിൻ്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ ഒരു പോരായ്മ ഉണ്ടാവും. കാരണം ഇതിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതും അതിൻ്റെ സെൻറ്റൻസ് ഫോർമേഷനൊക്കെ മനുഷ്യർ പറയുന്ന രീതിയിലല്ല. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യണം, മനുഷ്യരെങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻസ് നോർമലി ഒരു പ്രസൻറ്റേഷൻ എങ്ങനെയാണോ ചെയ്യുക അതേപോലെ ആക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ്വെയർ ആണ് ഹ്യൂമനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ humanizer.org കുറേ എണ്ണുണ്ട് ഗൂഗിളിൽ. അപ്പോൾ ഞാൻ സ്പെസിഫിക്കലി യൂസ് ചെയ്യാറ് ഈ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് ആണ്. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്ലീൻ ഇൻ്റർഫേസ് ആണ്, ഉപയോഗിക്കാനും ഈസിയാണ്, കുറച്ചും കൂടി റിലയബിൾ ആണ്. ഇത് ഹ്യൂമനൈസ് ചെയ്ത് തരുന്നു മാത്രമല്ല നമുക്ക് AI ആണെന്ന് ഡിറ്റക്ട് ചെയ്യാനും കൂടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ഫോർ AI ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് റിസൾട്ട് കണ്ടില്ലേ, ഹ്യൂമനൈസർക്കും മനസ്സിലായി ഇതൊരു AI വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ നമുക്ക് ഇതിനെ വേഗം ഹ്യൂമനൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് അവരൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന് അവർ തന്നെ ഒന്ന് സ്കാൻ ചെയ്ത് ഹ്യൂമൻ റിട്ടേൺ ആണെന്നൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാരഗ്രാഫാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഇതിനൊരു ഹ്യൂമൻ ടച്ച് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഈ ഒരു പാരഗ്രാഫിനെ കോപ്പി ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ AI ഡിറ്റക്ടേഴ്സിലൊക്കെ ഇട്ട് നോക്കാം. നമ്മളിവിടെ GPT-0യിലും കോപ്പി ലീക്സിലും 0GPT-യിലും അതിന് പുറമെ വിങ്സ്റ്റൺ AI ഈ 4 സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം എല്ലാത്തിൻ്റെയും റിസൾട്ട് പോസിറ്റീവാണ്. AI വെച്ച് ജനറേറ്റ് ചെയ്തൊരു ടെക്സ്റ്റാണ് അതെന്ന് ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്കിത് സേഫായിട്ട് കൊണ്ടുപോയിട്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ പ്രസൻറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാനുള്ള അസൈൻമെൻ്റ് ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ടച്ച് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹ്യൂമനൈസറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകൾ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറിയാൽ സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് സ്റ്റഡി പ്ലാനേഴ്സും കാര്യങ്ങളും ഉണ്ടാക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപയോഗമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ ഇതും കൂടെ ഒരു കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ട അത്രയും ടൈം വേസ്റ്റാണ്. സോ ഇപ്പോൾ തന്നെ പോവുക, ഞാൻ പറഞ്ഞു തന്ന പോലെ ഒരു നല്ല സ്റ്റഡി പ്ലാനറൊക്കെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് അത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി കുറച്ചൊരു ലോങ് ടേം ആയിട്ട് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് വെച്ച് പഠിച്ചു പോയാൽ മതി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.